ഹലോ ഗായ്സ്, ഇന്ന് ലെവൽ ലിസ്റ്റ് എന്ന ലെവലുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യത്തെ ലെവൽ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ ലെവൽ സുഖമായി കിടക്കാം എന്നാണ് വിചാരിച്ചത്. ടഫേനും ഒന്നാമത്തെ പൊട്ടൽ പൊട്ടിയിട്ടുണ്ട്, രണ്ടാമത്തെ പൊട്ടുമ്പോൾ ഇല്ല നോക്കാം. അങ്ങനെ രണ്ടാമത്തെ പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ ഗൈസ് പൊട്ടിയിട്ടില്ല. പൊട്ടി ഗൈസ്. അങ്ങനെ വീണ്ടും നമ്മൾ കളി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും താഴെ പഴയ പൊട്ടിയ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും എസ്കേപ്പ് ആയിട്ടുണ്ട്. അവിടെ പടക്കം പൊട്ടിയവരെ ഉള്ളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ച് ഗൈസ്. നമ്മളെ വേക്കുന്നേ വരും തോന്നിയ കറങ്ങുന്ന കണ്ടപ്പോൾ ഒരു സംശയം. പിന്നെ അങ്ങനെ അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ കഴിയാം. അങ്ങനെ ബാക്കുന്നേ വരും ഗൈസ്. കണ്ട ഇങ്ങനെയല്ലേ ബാക്കുന്ന വരും. കണ്ടോ ഗൈസ്, അതിൻ്റെ ഇടക്ക് പോന്നു. അത് അറിയാം. എന്തെങ്കിലും ഉടായ്പുണ്ടായി ഗെയിമിൽ, എന്തെങ്കിലും ഉടായ്പിൻ്റെ ഉസ്താദ് നമ്മളെ ഈ ഗെയിം. ഉടായ്പ് ഗൈസ്. ഈ ഡോറ് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ തന്നെ പറ, ഡോറ് നിങ്ങൾ റിയൽ ലൈഫിൽ ഡോർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, അത് നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? ഇല്ല. നീ പറയുന്നത് ഉദ്ദേശിച്ചാന്ന് ഡോർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. എല്ലാവരും ലൈക്ക് അടിക്കുക. ലൈക്ക് അടിച്ചാൽ നമ്മൾ ഈ ലെവൽ കംപ്ലീറ്റ് ആക്കുമോ ഇല്ലയോ? ഈ ലെവൽ കംപ്ലീറ്റ് ആക്കുമെന്ന് അറിയുന്നവർ ലൈക്ക് അടിക്കുക. പ്ലീസ് ലൈക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ലൈക്ക് അടിച്ച് പൊട്ടിക്കുക ഗൈസ്. അങ്ങനെ നമ്മൾ അടുത്ത ലെവലെത്തിയിട്ടുണ്ട്. ഇതെന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു പിടിയുമില്ല ഗൈസ്. പൊട്ടിയിട്ടുണ്ട്. മേലത്തെ മുകളിൽ താഴേക്ക് പോകുക ഗൈസ്. മേലത്തെ മുകളിൽ താഴേക്ക് പോകും, അറിയാം ഗൈസ്. അങ്ങനെ നമ്മൾ സ്വിച്ച് നൽകി പൊട്ടിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ അടുത്ത ലെവലെത്തിയിട്ടുണ്ട്. പൊട്ടിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ അടുത്ത ലെവലെത്തിയിട്ടുണ്ട്. പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് രക്ഷപ്പെട്ടു. അങ്ങനെ വീണ്ടും ഇങ്ങനെ ഇപ്പുറത്തെത്തി. താഴേക്ക് വീണു. നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. അങ്ങനെ നമ്മൾ അടുത്ത വീഡിയോയിൽ മാറിപ്പോയി. ഈ വീഡിയോയിൽ നമ്മൾ ഇങ്ങനെ കറങ്ങി പോവുക തോന്നുന്നു. അതിൻ്റെ ഉള്ളിൽ കയറണം, വട്ടത്തിൻ്റെ ഉള്ളിൽ കയറി. നമുക്കറിയില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിൽ കയറുന്നു വേണ്ട ഗൈസ്. നമ്മൾ അങ്ങനെ അടുത്ത ലെവലിലെത്തിയിട്ടുണ്ട്. ഈ ലെവൽ നമ്മൾ ജയിക്കുമോ ഇല്ലയോ ഗൈസ്? ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പുറത്തെത്തുമ്പോൾ ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ആ ഡോറിൽ കയറാൻ പറ്റൂല ഗൈസ്. ഇപ്പുറത്തെ ഡോറിൽ കയറണം ഗൈസ്. അത് വീണുപോയി. സ്കിപ്പ് അടിക്കാൻ പറയുന്നുണ്ട് ഗൈസ്. നമ്മൾ സ്കിപ്പ് അടിക്കില്ല, നമ്മൾ ജയിച്ചിട്ടേ പോകും ഗൈസ്. ഗൈസ് അപ്പുറത്തെ ഡോറിലും പോകാൻ പറ്റൂല. ഈ നടുക്കൊരു ഡോർ വരുമോ, അതിലാണ് പോകേണ്ടത്. ഇത് അടപ്പില്ലാതാക്കാൻ. പക്ഷേ താഴേക്ക് വീണ് ഗൈസ്. എന്തോ മതി. അങ്ങനെ നമ്മൾ ആർന്ന് തുള്ളിയിട്ടുണ്ട്. അങ്ങനെ നടുക്കത്തെ ഡോറിലേക്ക് നമ്മൾ ആ ലെവലിൽ എസ്കേപ്പ് ആയിട്ടുണ്ട്. നമ്മൾ അത്ര വലിയ പൊട്ടാനൊന്നുമില്ല കേട്ടാ. പൊട്ടി തീർത്തില്ല, പൊട്ടി. താഴ്ന്ന് കല്ല് മാറും ഗൈസ്. കല്ലല്ല, ഫ്ലോറ്, സോറി. വീണ് ഗൈസ്. ചറവറ വീണ്. പക്ഷെ ഇപ്രാവശ്യം വീഴാന്ന് പറയാൻ പോയത് വീണ് ഗൈസ്. വീണ്ടും ഗൈസ്. വീണിട്ടില്ല ഇപ്രാവശ്യം. വീണ് എന്തോ ഗതി.
ഇവിടെ തന്നെ നമ്മൾ നിൽക്കണം ഗൈസ്. അറിയില്ല ഇപ്പുറത്തേക്ക് തുള്ളിയിൽ പോകണമെന്ന് ഞാൻ വിചാരിച്ചത്. നോക്കുമ്പോൾ അടുത്ത ഫ്ലോർ അങ്ങനെ തന്നെ പോയി കാണി. ഞാൻ ആകാംക്ഷയിൽ നേരെ തുള്ളിയതാണ്. അവർ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. ആടുന്ന് വീടിൻ്റെ അടുത്ത് തുള്ളി മേലെ കയറി. നിങ്ങൾ കണ്ടില്ല, ഞങ്ങൾക്ക് ചെയ്തു. ഞങ്ങളങ്ങനെ ചെയ്തതെന്ന് പോലും അറിയില്ല. അങ്ങനെ ഈ ലെവൽ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു ഗൈസ്. കുറച്ച് വീല് കുറഞ്ഞു, വീണ്ടും വീണു. നമുക്ക് പ്രാവശ്യം വീഴൂലടാ, നമ്മളെ പറ്റിക്കാൻ നോക്കണം. മുള്ളുണ്ടായിച്ചിട്ട് നമ്മൾ മുള്ളിലൊന്നും തട്ടൂല. ഞാൻ അടുത്ത ലെവലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇത് ഹൈറ്റ് കൂടിയിട്ട് പൊട്ടുവേ, തുള്ളാൻ പറ്റൂല ഈ ലെവലിൽ. ഗെയിം എന്ന് പറയുന്നത് സോറി, തുള്ളാൻ പറ്റില്ല. നേരെ പോകണം. കണ്ടാടെ ഫ്ലോർ വരും. ഈ കല്ലിൻ്റെ മേലോട്ടേക്ക് തുള്ളണം. എന്നിട്ട് ഈ കല്ല് മാറ്റണം തോന്നുന്നു. അവിടെ വെക്കലാന്ന് തോന്നുന്നു വിചാരിച്ചാൽ അത് താഴെ പോയി. ഗൈസ് ഇങ്ങനെ തുള്ളുമ്പോൾ കല്ല് വരുമല്ലേ. പക്ഷേ ഗൈസ് ഈ ഫ്ലോർ വരാൻ കുറച്ച് ലേറ്റ് ആയി. അപ്പോൾ ഫ്ലോർ വന്നിട്ടുണ്ട്. അങ്ങനെ കല്ല് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഫ്ലോറും വന്നിട്ട് തുള്ളിയതാണ് പണിപാട്. അങ്ങനെ വീണ്ടും ട്രൈ ചെയ്യുകയാണ്. വീണ്ടും കല്ലാറ്റ ആടിയിട്ടാണ്. കല്ല് കൊണ്ടുപോകണം. അറിയോ ഗൈസ്? അറിയോ? അല്ല ഗൈസ്, കല്ല് കൊണ്ടുപോകുന്ന കളിയൊന്നുമല്ല. ഞാൻ കുറേ ആലോചിച്ച് നോക്കി ഗൈസ്. താഴെ വീണ് ഓട്ടോമാറ്റിക് വരും കേട്ടാ ഫ്ലോറ്. അത് ഗൈസ് സ്റ്റെപ്പ് നേരെ കയറിപ്പോന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ചുരുങ്ങി വരും ഗൈസ്. ചെറുതായിക്കൊണ്ട് വരും. അങ്ങനെ കുറച്ച് വലുതായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. പറ്റിച്ച് അങ്ങനെ നമ്മൾക്ക് വീണ്ടും കയറാൻ പോയിട്ടുണ്ട്. ഇതെല്ലാം പൊന്താനി നാലാമത്തെ എന്നല്ല പൊന്താനി. ഫുള്ള് മറന്നു ഗൈസ്, ഫുള്ളും. ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ വേഗം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മൾ വീണ്ടും പിന്നെ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇടുന്നതിൽ സൗണ്ട് ഇതാക്കാത്ത കുറച്ച് ചുമയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ശബ്ദമില്ലാണ്ട് വീഡിയോ ഇട്ടത്. അങ്ങനെ നമ്മൾ ഈ 3ാമത്തെ സ്റ്റെപ്പ് കുഴപ്പമില്ല, 4ാമത്തെ സ്റ്റെപ്പാണ് കുഴപ്പം. പിന്നെ 5, 6, 7 ആ തുള്ളിയൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. ഇത് താഴോട്ട് പോയിട്ട് ആടുന്നൊരു കട്ട് ഇങ്ങോട്ട് വരും. ഫുൾ പറ്റിക്കില്ല. കഷ്ടപ്പെട്ട് ആടെത്തിയതാണ്. ഇപ്പം നമ്മൾ വീണ്ടും സ്വിച്ച് ആക്കിയിട്ട് 1, 2, 3 ഗൈസ് മറന്നുപോയി. 4ാമത്തേൽ പൊന്തും. 1, 2 സ്റ്റെപ്പ് സ്വിച്ച് ആക്കുക. 1, 2, 3 4ാമത്തേൽ ടെസ്റ്റ് ചെയ്യണം. 5, 6, 7 8ാമത്തേൽ നേരെ തുള്ളാനല്ല, അതിൻ്റെ മേലെ തുള്ളുന്ന പോലെ ആക്കിയിട്ട് ഇപ്പുറത്തേക്ക് വരണം ഗൈസ്. 1, 2, 3, 4 പൊട്ടി. 4ാമത്തേൽ മറന്നുപോയി. സ്വിച്ച് ആക്കണം. 1, 2, 3 4ാമത്തേൽ തുള്ളണം ഗൈസ്. കൈ സ്ലിപ്പായി പോയി. സ്വിച്ചാക്കി 1, 2 പൊട്ടി. 3ാമത്തെ സ്റ്റെപ്പ് നമുക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല. ഇതെങ്ങനെ ഞാൻ ആലോചിക്കട്ടെ, ഇതെങ്ങനെ കയറല് ട്രിക്കാക്കാം നമുക്ക്.
ഗൈസ് അങ്ങനെ ഞാൻ ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പക്ക് ചുരുങ്ങിപ്പോയി ഗൈസ്, താഴേക്ക് വീണു. ടാപ്പ് ടു റീറ്ററി. എന്താ സംഭവിച്ച്? ഫോൺ കുറച്ച് ലാഗായി കൊണ്ടാണ്. എന്താ സംഭവിച്ചത്? ശരിയാക്കാൻ കഴിയാൻ നോക്കട്ടെ. ഗൈസ് അങ്ങനെ ഇത് എസ്കേപ്പ് ആയിട്ടുണ്ട്. ഇത്ര നേരം വർത്തമാനം പറയേണ്ടുന്നത്, വർത്തമാനം പറയാൻ കോൺസെൻട്രേഷൻ തെറ്റും. അതുകൊണ്ടാണ് ഗൈസ് വർത്തമാനം പറയേണ്ടത്. അത് കുറേ ടഫ് ആയിട്ടുള്ള ലെവലാണ്. ടഫ് വെച്ചാൽ അമ്മാവരൊറ്റ ടഫ്. എന്താ ചെയ്യേണ്ടത്? മുള്ള് വരുമ്പോൾ അവിടെ നിൽക്കാം, അത്രയേ ഉള്ളൂ. മുള്ള് വരുമ്പോൾ അവിടെ നിൽക്കുക, ഇതാക്കാം, അത്രയേ ഉള്ളൂ. മുള്ള് വരുമ്പോൾ അവിടെ നിൽക്കുക. ആടെ അടുത്തിക്കാൻ പറ്റില്ല, കുറച്ച് ദൂരത്തേക്കാം. എന്നിട്ട് ഗിയ ബാക്കോട്ടേക്ക് പോകാൻ കഴിയില്ല. പോയാ മുന്നോട്ട് പോയാൽ ബാക്കോട്ട് വരാൻ കഴിയില്ല. അങ്ങനെയുണ്ട് ഗെയിമിൽ. കുറച്ച് അടുത്തായി പോയി, ഇപ്രാവശ്യം കൊള്ളൂല. മുന്നോട്ട് പോയാൽ ബാക്കോട്ട് വരാൻ കഴിയില്ല. ആ തുള്ളിയിട്ട് അടുത്ത ലെവലെത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ലെവലിൽ എങ്ങനെ ഇരിക്കുന്നു പറയാൻ കഴിയില്ല. ഇതിൽ റൈറ്റിൽ പോകാൻ കഴിയില്ല, ലെഫ്റ്റിൽ പോകാൻ കഴിയും. ഇത് നേരെ നമ്മളെ മുന്തി ഒക്കെ തോന്നി നേരത്തെ പോലെ അവിടെ മുള്ളു വരും. നമ്മൾ ആ തുള്ളിയിട്ട് ഇപ്പുറത്തെത്തി. ലെഫ്റ്റിൽ പോകാൻ കഴിയില്ല, ആ റൈറ്റ് അറിയാണ്ട് നോക്കിപ്പോയി. ലെഫ്റ്റിൽ പോകാൻ കഴിയും, ലെഫ്റ്റിൽ നിൽക്കാം. ഈ മുള്ള്, പിന്നെ ഈ മുള്ളുണ്ടെങ്കിൽ പിന്നെ അടിയിൽ ഡോറ് വരണ്ടേ. ഡോറ് എവിടെ കാണുന്നില്ല. ഉടായിപ്പ് മുള്ളാണ്, ഉടായിപ്പ് മുള്ള്. എന്താ തുള്ളുമ്പോൾ കല്ലിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന സ്ഥലം വേറെ. ഞാൻ സ്വിച്ച് അമർത്താൻ നോക്കിയതാണ്. അപ്പോൾ ഉണ്ട് തുള്ളുമ്പോൾ നേരെ താഴോട്ടേക്ക് വീഴുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും ആടെ എത്തുമ്പോൾ ഫ്ലോർ വരും ഗൈസ്. ഫ്ലോർ സ്വിച്ചൊക്കെ വേണമെന്ന് തോന്നുന്നു, എന്നാലേ മുള്ളിൽ പോകും തോന്നുന്നു. അങ്ങനെയല്ല, കല്ലിൻ്റെ ഉള്ളിൽ പോകണം. സംഭവം തിരിഞ്ഞ് കല്ലിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇപ്പുറത്തേക്ക് പോകണം. നേരെ ടീന വിലക്ക് ഉള്ളിൽ വന്ന് ടായിപ്പ്. അങ്ങനെ കല്ലിൻ്റെ ഉള്ളിൽ പോയിട്ട് കല്ലിതാക്കുക, എൻ്റെ ഉള്ളിൽ പോവുക. ഈ ഡോറിനെ വലത്തുള്ളുന്ന വഴി ഞാൻ നിർത്തി. അങ്ങനെ വീണ്ടും കയറാം. അങ്ങനെ വീണ്ടും ഇതാക്കുക ഗൈസ്. അതൊക്കെ അറിയാണ്ട് ബാക്ക് അടിച്ചു പോയി. അതുകൊണ്ടാണ് വീണ്ടും ഇതാക്കാം. നേരെ പോവാം. കുറച്ചും കൂടി ഇതായി പോവാം. എന്നിട്ട് ഇതിൻ്റെ മേലെ വീണ്ടും മറന്നുപോയി. സൈഡിലോട്ടല്ല പോകണ്ടേ, പക്ഷേ മറന്നുപോയി ഗൈസ്, മറന്നുപോയി. ഈ ലെവലും കൂടി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നോക്കാം. അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന കാലം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ കണ്ടവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.
ബായ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.